വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന CBI. RG ഖർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സന്ദീപ് ഘോഷ് ഇതിനിടെ പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് രാത്രി സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. പ്രതിഷേധിച്ച ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ ബംഗാൾ സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്നലെ 13 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇന്ന് രാവിലെ 10 മണിയോടെ CBI ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരായി. അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ സന്ദീപ് ഘോഷ് തള്ളി. അന്വേഷണവുമായി সহകരിക്കുന്നുണ്ടെന്നും പ്രതികരണം. আমাকে সিবিআই অ্যারেস্ট করেনি, প্রথম কথা। আমাকে জিজ্ঞাসাবাদ করেছে, দ্বিতীয় কথা। আর এটা পুরো আন্ডার ইনভেস্টিগেশন আছে, সেজন্য আমি কিছু বলতে পারবো না। বাট আপনাদের কাছে একটা সবিনয় অনুরোধ, প্লিজ রিউমার স্প্রেড করবেন না. വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് CBI വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന ഗുരുതര പരാമർശവും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. കുറ്റകൃത്യം നടന്ന മുറി പോലീസ് സീൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും കമ്മീഷൻ പറയുന്നു. മെഡിക്കൽ കോളേജിലെ പ്രതിഷേധത്തെ പിന്തുണച്ച 43 അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റിയ സംസ്ഥാന സർക്കാർ തീരുമാനവും വിവാദമായി. പ്രതിഷേധം ഇനിയും കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ആശയക്കുഴപ്പമുണ്ടാക്കാനും തകർക്കാനും ശ്രമിക്കുന്തോറും അനുദിനം ശക്തമാകുകയാണ് പ്രതിഷേധം. ആയിരങ്ങളാണ് കൊൽക്കത്തയുടെ തെരുവുകളിൽ നിറയുന്നത്. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് കൊൽക്കത്തയിലെ ഇപ്പോഴത്തെ സാഹചര്യം? ഈ സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്തേക്കുമോ? ഇപ്പോൾ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. 20-22 മണിക്കൂർ CBI കസ്റ്റഡിയിൽ ഈ ഡോക്ടർ ഉണ്ട്, താൻ അന്വേഷണവുമായി സഹകരിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു അറസ്റ്റിന്റെ സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചന തന്നെയാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ സന്ദീപ് ഘോഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലവിലുണ്ട്. കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമിച്ചു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കം ഇതിൽ വ്യക്തമായ പങ്ക് പ്രിൻസിപ്പൽ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഒപ്പം തന്നെയാണ് ഈ ആശുപത്രിയുമായി കേന്ദ്രീകരിച്ചുള്ള ചില മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്നും അവയുമായി ചില താല്പര്യങ്ങൾ മുൻ പ്രിൻസിപ്പലിനുണ്ടായിരുന്നു എന്നുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് CBI വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം നൽകിയ മൊഴിയിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ ദുരൂഹമായ നീക്കങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത് പരിശോധിക്കും എന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ CBI ആസ്ഥാനത്തേക്ക് CBI സംഘം തന്നെ കൊണ്ടുവരികയായിരുന്നു, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു മുൻ പ്രിൻസിപ്പലായ സന്ദീപ് ഘോഷിനെ. തുടർന്ന് ഇന്ന് പുലർച്ചെ 4 മണിവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. രാവിലെ 10 മണിക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി ചോദ്യം ചെയ്യലിനായി ഹാജരായി. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നേരിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ചോദ്യാവലി പൂരിപ്പിച്ച് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ ആരംഭിച്ച ഘട്ടത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നുമാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ ഈ CBI ഈ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അടക്കമുള്ള മറ്റ് വിഭാഗങ്ങളിലെ ചില പ്രൊഫസർമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവർ നൽകുന്ന മൊഴിയും പ്രിൻസിപ്പൽ നൽകുന്ന മൊഴിയും ഒത്തുനോക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് CBIയുടെ തീരുമാനം. ബൽറാം, ഇത് ഈ അതിക്രൂര കൊലപാതകം അത് ഈ ആശുപത്രി കേന്ദ്രീകരിച്ചാണോ ഈ CBIയുടെ അന്വേഷണം ആകെ നീങ്ങുന്നത് എന്നൊരു സംശയം. അതായത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ക്രിമിനലുകളല്ല, ഈ ആശുപത്രിയിലുള്ളവർ തന്നെയാണ് ഈ അതിക്രൂര കൃത്യത്തിന് പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് CBI എത്തുന്നു. ഇത് കുടുംബത്തിന്റെ ആരോപണം അതുതന്നെയായിരുന്നു, പ്രതിഷേധിക്കുന്നവരുടെ വിമർശനം അതുതന്നെയായിരുന്നു. അപ്പോൾ ആ വഴിക്ക് തന്നെയാണ് CBIയും നീങ്ങുന്നത് എന്നാണ് ഈ ഇന്നലെയും ഇന്നുമായി അവിടെ നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അത് പ്രാഥമികമായി പരിശോധിച്ച ആളുകൾ അടക്കം വ്യക്തമാക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുകയായിരുന്നു. സഞ്ജയ് റോയ് എന്ന ഒറ്റപ്രതി എന്ന നിലയിലേക്കായിരുന്നു പോലീസ് അന്വേഷണം പോയത്. എന്നാൽ
കൂടുതൽ പ്രതികളിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഉള്ള ആളുകൾ തന്നെയാണ് എന്ന് ഏതാണ്ട് വ്യക്തമാണ്. കാരണം ആശുപത്രി അത്രത്തോളം പരിചയമുള്ള, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇവർക്ക് താല്പര്യമുള്ള ആളുകൾ, അതായത് പ്രിൻസിപ്പലിനെ സംരക്ഷിക്കാൻ കൂടി താല്പര്യമുള്ള ആളുകൾ എന്നുള്ളതും ഈ സാഹചര്യങ്ങൾ, ആരോപണങ്ങളെല്ലാം നൽകുന്ന സൂചനകളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുക തന്നെയാണ്. പ്രധാനമായും ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലായി ഉണ്ടായി എന്ന് ആരോപണങ്ങൾ നിലനിൽക്കുകയും ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള നടപടികൾ, പ്രത്യേകിച്ച് അറ്റകുറ്റപ്പണികൾ മണിക്കൂറുകൾക്കകം നടത്താൻ തീരുമാനമെടുക്കുന്നു ഇത്തരത്തിലൊരു ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്ത സ്ഥലത്ത് എന്നുള്ളത് ഗൗരവമുള്ളതാണ്. ഓഗസ്റ്റ് 14 നടന്ന അക്രമ സംഭവങ്ങളും ഈ തെളിവുകൾ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചായിരുന്നു എന്നും പലരുടെയും ആ സമയത്തുള്ള അട്ടഹാസങ്ങളിൽ നിന്ന് വ്യക്തമായി എന്ന് സമരമിരുന്ന വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി പരിശോധിച്ചായിരിക്കും സിബിഐയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അതിൽ ആശുപത്രിക്കുള്ളിൽ നിന്നും വ്യക്തമായ പങ്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് സിബിഐ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. യെസ്, ഇതിൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ ഈ സന്ദീപ് ഘോഷ് എന്ന പ്രിൻസിപ്പലിന്റെ പങ്ക് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ആരോപണത്തിന്റെ നിഴലിലാണ്. ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. തുടർച്ചയായി 22 മണിക്കൂർ ഈ ഡോക്ടറെ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ ഡോക്ടേഴ്സ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി CBI ആസ്ഥാനത്തുണ്ട്, ഓഫീസിലുണ്ട്. അപ്പോൾ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം CBI മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ ഒരുപക്ഷെ നിർണായക നീക്കങ്ങളിലേക്കൊക്കെ ഈ രാത്രി തന്നെ CBI കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.